ഹായ്, നമുക്കൊരു വീഡിയോ കേൾക്കാം. പേടിയാണ് ഇപ്പൊ വരുന്നത്. 2 വർഷത്തിന് ശേഷമല്ല ആൾ ഇതേ കാര്യം ചെയ്തേക്കുന്നത്. ഈ 2 വർഷമായി ആൾ ഇതേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പല പെമ്പിളേരും മെസ്സേജ് അയച്ചു, എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ലൈക്ക് എന്റെ ജീവിതം മനസ്സിലായില്ലേ, ഞാൻ എന്തിലൂടെയാണ് പോകുന്നത്, ഞാൻ അബ്യൂസ് ചെയ്യപ്പെടുകയാണ് ബിക്കോസ് ഞാനത് തുറന്ന് പറഞ്ഞത് കൊണ്ട്. സോ അതുകൊണ്ട് പേടിയാണ്, ജുഡീഷ്യൽ സിസ്റ്റത്തിനോടും ലോയിനോടും പേടിയാണ്. ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല എന്നുള്ളൊരു പേടിയാണ് ഇപ്പൊ വരുന്നത്. എന്നിട്ട് കേസ് ആക്കുക എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ആക്കണോ, കാരണം ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഏത് പെൺകുട്ടി ഒരു കേസിന് ഒരു കംപ്ലൈന്റ് ചെല്ലുമ്പോഴും അവരോട് ഇതല്ലേ പറയാ, ബിക്കോസ് നോബഡി വാണ്ട്സ് ടു വെയിറ്റ് 4 to 5 years ഓഫ് ദിയർ ലൈഫ് ടു വെയിറ്റ് ഫോർ ജസ്റ്റിസ്. സോ എനിവേ ഒരു വിക്ടിം കൂടിയായി. മെൻസ് അസോസിയേഷനോട് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്താ പറയാ, അടുത്ത മാല ഞാൻ പഠിച്ചുതരാം. അത് കറക്റ്റ് വേർഡാണ്. അടുത്ത മാല മെൻസസ് അസോസിയേഷന് പുള്ളിക്കാരത്തി വാങ്ങിച്ചു കൊടുക്കാന്നാ പറയണേ. ഇതായിരുന്നു മനസ്സിലായോ നിങ്ങൾക്ക്? മസ്താനിയാണ്. മസ്താനിയെ ഓടിപ്പോയി ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഏതായാലും രണ്ടാമത്തെ കുട്ടിയുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാൻ ദയവ് ചെയ്ത് മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കണം. കാരണം വെറും വൃത്തികെട്ട വർഗ്ഗമാണ് ഇപ്പുറത്ത് വെയിറ്റ് ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ കൂടെയാണ് മസ്താനി നേരിട്ട അപമാനത്തിന്റെ ഒരു കാരണം. ആ പെങ്കൊച്ചിനെ ഓടിപ്പോയി ഇന്റർവ്യൂ എടുത്തു കൊടുത്തു, അവളുടെ ബാക്കിയുള്ള ചരിത്രവും കൂടെ പുറത്തേക്കാക്കി, അവളുടെ പാസ്റ്റ് എന്ത്, അവൾക്ക് വേറെന്തൊക്കെ കുഴപ്പമുണ്ട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ആ പെങ്കൊച്ചിനെ ഇട്ടുകൊടുത്തത്, സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടുകൊടുത്തത് ഈ മാധ്യമ പ്രവർത്തകരാണ് എന്ന്. ഇനിയിപ്പോൾ ഇവനെ പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത നടപടി എന്താന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മസ്താനിക്ക് നേരിട്ടതുപോലെ മസ്താനിയുടെ കേസിനുണ്ടായിരുന്ന അതേ ഇത് തന്നെയാണ്. കുറച്ച് ദിവസം അവിടെ പിടിച്ചിടും. അത് കഴിഞ്ഞാൽ വീണ്ടും അവനെ ജാമ്യത്തിൽ ഇറക്കി വിടും. ഇത്തരക്കാരെ തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യുകയും കൃത്യമായ നടപടി എടുക്കുകയും വേണം. ഇത് അതിവേഗ കോടതിയിൽ കൂടെ ഈ കേസിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഇതിൻ്റെ വിധി പ്രസ്താവിക്കുക. ഇങ്ങനെ ഡിലേ ആക്കാനേ പാടില്ല. അപ്പോൾ മസ്താനി 2 വർഷമായി, മസ്താനിക്ക് ഒരു നീതിയും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നില്ല അതിനകത്ത് നീതി കിട്ടുമെന്ന്. ഇതിനോടനുബന്ധിച്ചിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്തവരെയും കൂടെ പിടിക്കണം. കാരണം ഇവനെ അന്ന് സപ്പോർട്ട് ചെയ്തവർ കൂടെയാണ് ഈ കുട്ടിക്ക് ഈ ദുഷ്ഗതി വരുത്താനുള്ള ഏറ്റവും വലിയ കാരണമായത്. അവരെയും കൂടെ ചേർത്താണ് പിടിക്കേണ്ടത്. മസ്താനി ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ് വേണ്ടത്. കാരണം വെറുത്ത് കാണും. ശരിയാണോ? ഞാനും ഒക്കെ ഒരുപാട് പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ വല്ലാണ്ട് നിരാശയിൽ തിരിച്ചു വരാറുണ്ട്. കാരണം അവർ നമ്മളെ വല്ലാണ്ട് ഡിസ്കറേജ് ചെയ്യും. അവർ പറയും, നിങ്ങൾ കുറച്ച് അങ്ങ് ക്ഷമിച്ച് കളയൂ, മറന്നു കളയൂ, ഇത് വലിയ ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നമാണ്. അവരങ്ങ് തീർത്തും നമ്മളെ അങ്ങ് അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ. സ്ത്രീകൾക്ക് വേണ്ടി ഇത് പരിഗണനയുണ്ട് എന്നൊക്കെ പറയുമെങ്കിൽ ഇവിടെ വനിതാ സെല്ല് അതിനെക്കാട്ടി കോമഡി പീസാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയണത് നമ്മൾ അഡ്വൈസ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് വനിതാ സെല്ല്, അല്ലാതെ കേസെടുക്കാനല്ലാന്ന്. എന്നോട് തുറന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഒന്നും ഇല്ല അത്ര. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു രീതി സമൂഹത്തിൽ നിലനിൽക്കുന്നതിൻ്റെ മൂല കാരണം ഇവിടുത്തെ നിയമം തന്നെയാണ്. ആ നിയമത്തിലുള്ള പഴുതുകൾ എടുത്തുകൊണ്ട് ഇവരെ സേവ് ചെയ്യാൻ നിയമപാലകർ കൂട്ടുനിൽക്കുന്നിടത്ത് ഇത് വീണ്ടും നിർബാധം നടക്കും എന്നുള്ളതാണ്. നീതി ജസ്റ്റിസ് ഡിലേഡ് മീൻ ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ്. ഈ നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും ഇത്ര വൈകിട്ടാണെങ്കിൽ പോലും ഇവന്റെ ഒറിജിനാലിറ്റി ആളുകൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ വളരെ ഉപകാരം. അന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ, അവൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയായിരുന്നു. അതിൻ്റെ കാരണം ഖുറാൻ എടുത്ത് വെച്ചിട്ട് അതും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റുള്ളവർ അതെടുത്ത് വെച്ചാണ് അവഹേളിച്ചത്. ഞാൻ റീസെൻ്റ്ലി ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ, കഅബയുടെ അകത്ത് ഖുറാൻ തുറന്ന് വെച്ച് യാസീൻ സൂറ തൊട്ട് അതിനകത്തിരുന്നു കൊണ്ട് മുത്തേ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് ഉപേക്ഷിച്ച് കളഞ്ഞൊരു രീതിയുണ്ട്. ഏറ്റവും വലിയ കള്ളന്മാരാണ് ഈ പറയുന്ന വേദഗ്രന്ഥമൊക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ സത്യം ചെയ്യുന്നത്. ഇവന്മാരെ ഒരു കാരണവശാലും വിശ്വസിക്കരുത്. എന്തൊക്കെയോ അവന്മാർക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഭയങ്കര വിശ്വാസിയാണെന്ന് നടിക്കുന്നത്. ഇത്തരം വിശ്വാസിയാണെന്ന് നടിക്കുന്നവന്മാരാണ് ഏറ്റവും വലിയ പിഴകൾ. അത് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ ശരിയാക്കി എടുക്കാൻ ഒരു ത്വര കാണിക്കുന്നുണ്ട്. നമ്മളിൽ പെട്ടവരല്ല എന്ന് പറയാൻ എന്താ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവില്ല. ഈ വ്യക്തി കാണിച്ചതിൻ്റെ അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയാൽ അയാൾക്ക് വേണ്ടി ഒരാളും സംസാരിക്കാനായിട്ട് ഇറങ്ങി നിൽക്കത്തില്ല. സെക്കൻഡ് തിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മസ്താനി പറയുന്നതിനകത്ത് ഒരു പോയിന്റ് കറക്റ്റാണ്. ഒത്തിരി പെണ്ണുങ്ങൾ അവളെ വിളിച്ച് ഈ കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരുന്നെന്ന്, പിന്നെയും തുടരെ ഇവൻ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ ഭയന്നിട്ട് ആ കുട്ടി പറഞ്ഞില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞാൽ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പറഞ്ഞത് നേർ വിപരീതമായി ആ പെൺകുട്ടി ആക്രമിച്ച രീതി ഉണ്ടല്ലോ, അവൾക്ക് എന്തോ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടി അവൾ ചെയ്തെന്നൊക്കെയാണ് പറഞ്ഞത്. മാത്രമല്ല ആൾക്കൂട്ട വിചാരണ എന്നല്ല, അവളുടെ ലൈഫ് ഹിസ്റ്ററി ഫുള്ള് എടുത്തുകൊണ്ട് വന്നു, അത് പബ്ലിഷ് ചെയ്തു. അവളൊരു കുറ്റവാളിയായിട്ട് അന്ന് ജയിലിൽ പോയതാവൻ, പക്ഷെ കുറ്റവാളി മുഴുക്ക മസ്താനിയായിരുന്നു. അതൊരു പഠിത്തമാണ്. പല കുട്ടികൾക്കും ഇതിനെതിരെ സംസാരിക്കാൻ പറ്റാത്തൊരു അവസരമുണ്ട്. ഇത്തരത്തിലുള്ളവരെ നമ്മൾ മുളയിലേ നുള്ളിയില്ലെങ്കിൽ ഇവന്മാരാണ് നാളത്തെ റേപ്പിസ്റ്റുകൾ. അത് മനസ്സിലാക്കുക. ഈ നിർഭയ കൊലക്കേസിൽ ഏറ്റവും ചെറിയ പയ്യനാണ് ഏറ്റവും ബ്രൂട്ടലായ പെണ്ണെ ഉപദ്രവിച്ചെന്ന് പറയുന്നു. ആ ചെറിയ വയസ്സിൽ അവനത് തുടങ്ങിയിട്ടുണ്ട്, എന്നിട്ടും അവനെ കയറൂരി വിട്ടിട്ടുണ്ട്. നമ്മുടെ നിയമത്തിലാണ് പ്രശ്നമുള്ളത്. ഇത്തരക്കാരെ കർശനമായി
പെണ്ണുങ്ങളെ ഉപദ്രവിക്കുകയും മോശം പറയുകയും ചെയ്യുന്നവന്മാരെ കർശനമായി ശിക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ആവർത്തിക്കപ്പെടത്തില്ല. മസ്താനി പറയുന്നതിൽ വളരെ കാര്യങ്ങളുണ്ട്. കാരണം മസ്താനിക്ക് അത് ഏറ്റവും കൂടുതൽ നന്നായി പറയാൻ കഴിയും. അവളെയായിരുന്നു ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അവളെ മാത്രമല്ല, അവളെ സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കോന്തന്മാരെയും കൂടെ പിടിച്ചകത്താക്കണമെന്നാണ്. കാരണം ഇവന് വക്കാലത്ത് പറഞ്ഞ് മസ്താനിക്ക് ഒരുപാട് പെൺകുട്ടികൾ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പോയത് കൊണ്ട് തന്നെ അവൾ വിചാരിച്ചതാണ് ഇനി ഇതും പറഞ്ഞുകൊണ്ട് പോകണ്ട. അതുപോലെ വരുന്ന പെൺകുട്ടികളെ അവൾ ഡിസ്കറേജ് ചെയ്തു, നീ പോകരുത്, കാരണം ഞാൻ നേരിട്ട ബുദ്ധിമുട്ട് ഇതാണ് എന്നുള്ളത്. അപ്പം അത് കാരണം സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള ക്രിമിനൽസിൽ വളരാൻ സാധ്യതയുണ്ടായി. ഇതിന് ശേഷം വന്നത് ഒരു BJP കാരനായിരുന്നു. ഒരാൾ സംസാരിക്കാൻ വന്നില്ല, പിടിച്ച് അകത്തിട്ടു. അപ്പം ചില വിഷയങ്ങളിലെങ്കിലും നമ്മൾ കുറച്ച് സംയമനം പാലിക്കണം. നമ്മൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില തെറ്റുകളെ നമ്മൾ സാധൂകരിക്കാൻ പോകേ പാടില്ല. ഇത്തരക്കാരെ തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഏഴായാലും തടിപ്പിക്കാൻ പാടില്ല. എന്തോ ഗിഫ്റ്റ് കിട്ടിയണക്കോ അല്ലെങ്കിൽ എന്തോ പ്രൈസ് കിട്ടിയണക്കോ നടന്നു പോകുന്നത്. എനിക്ക് എന്തോ പ്രൈസിന് ഇവനെ കൊണ്ടുപോവുകയാണ്. വിലങ്ങ് വെച്ചിട്ട് നാറി ഇനിയും പഠിച്ചിട്ടില്ല വെച്ചാൽ ഇവൻ്റെ വീട്ടുകാർക്കിട്ടും കൊടുക്കണം. ഇതെന്ത് അവഹേളനമാണ്. സ്ത്രീകളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് ഒരു കേസ് ഉണ്ടായപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇത് സാധൂകരിച്ചവന്മാർക്കാണ് അടിപറ്റിക്കേണ്ടത്. അവന്മാരാണ് ഈ ഒരു കാര്യത്തിന് ഇതുണ്ടായത്. അവൾ പറഞ്ഞത് കറക്റ്റാണ്. ഇനി ഒരു വിക്ടിം കൂടെ വന്നു, അത്രയേ ഉള്ളൂ. ആ പെൺകുട്ടിയെ ഇനിയിപ്പോൾ അന്വേഷിക്കും. പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് അവളുടെ വേറെ ബോർഡ്സ് എടുത്ത് അവൾ മോശക്കാരിയാണെന്ന് പറഞ്ഞ് ഇവനെ നല്ലവനാക്കി അങ്ങോട്ട് ചിത്രീകരിക്കും. അതാണല്ലോ ഇവിടെ സോഷ്യൽ മീഡിയ നടക്കുന്നത്. പ്രത്യേകിച്ച് മാധ്യമ മലരികൾ നടത്തുന്നത് അത് തന്നെയാണ്. നാട്ടിൽ ഇതുപോലുള്ള ക്രൈം നടക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ പലരും ഭയപ്പെടുന്നതിൻ്റെ റീസൺ ഇതുപോലെ അവഹേളിക്കപ്പെടും. നിനക്കൊത്തിരി ഒതുങ്ങിക്കൂടെ, പെണ്ണായ കുറച്ചങ്ങ് ഒതുങ്ങണ്ടേ എന്നൊക്കെ പറയും. നിങ്ങൾക്ക് അതിൻ്റെ ആ തറോമ മനസ്സിലാവാത്തത് കൊണ്ടാണ്. എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ നമ്മൾ ഒരാൾ സെക്ഷലി ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ആ രീതിയിൽ നമ്മൾ നോക്കുന്നത് പോലും നമുക്ക് ഭയങ്കര വേദന തോന്നുന്ന ഒരു കാര്യമാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. പെൺകുട്ടികൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ മാത്രമേ അതിൻ്റെ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും. നിങ്ങളോടൊക്കെ പറഞ്ഞു തരും. ആണുങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുമോ അതെന്താ അതും കളഞ്ഞാൽ പോലും. ചിലപ്പോഴൊക്കെ ഞാനും മോട്ടിവേഷന് വേണ്ടിയിട്ട് പലരുടെ പറയാറുണ്ട്, ഒന്ന് കുളിച്ചങ്ങ് അങ്ങനെയങ്ങ് കളയുന്നു. പക്ഷെ അറിയാം അങ്ങനെ സാധിക്കില്ല എന്നുള്ളത് അറിയാം. ഇവറ്റകളെ കയറൂരി ഇനിയും പൊതുസമൂഹത്തിലേക്ക് വിട്ടാൽ ക്രൂരമായ പണിഷ്മെൻറ്റ് കൊടുക്കാതെ അവനെ വീണ്ടും ഫ്രീ ആയിട്ട് വീണ്ടും വിടുകയും അവൻ ഇനിയും പിടിക്കുന്ന തർക്കമില്ല. ഇവനെ KSRTC ബസ്സിൽ കയറ്റരുത്. അവനെ കയറ്റി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരിനകത്ത് കൊണ്ടിരുത്തണം. അവിടെ ഇരുന്ന് അവൻ എന്തോന്നാ ചെയ്തുകൊണ്ട് പോട്ടെ. അങ്ങനെയുള്ള ബസ്സുകളിൽ വന്നാൽ മതി എന്ന് നിഷ്ഠ പറയണം. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അവൻ്റെ റൈറ്റ്സിന് അഗൻസ്റ്റ് ആണ്. പക്ഷേ നിർബന്ധമായും ഇവൻ്റെ ഫേസ് കൂടുതൽ എക്സ്പോസ് ചെയ്യണം. കൂടുതൽ ആൾക്കാരിലേക്ക് അവൻ്റെ ഫേസ് എത്തിക്കണം. പുറത്ത് ഇറങ്ങിയ ഇവനെ ആളുകൾ തുപ്പണ രീതിയിലാക്കി കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അന്നത് മസ്താനി വിഷയത്തിൽ കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ ദിവസം കാണേണ്ടി വരത്തില്ല. അന്ന് ചെയ്ത വില്ലന്മാരൊക്കെ കൂട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കുക. മസ്താനി ഭയങ്കര കുഴപ്പം, മസ്താനിയുടെ ഉടുപ്പ് കുഴപ്പം, മസ്താനിയുടെ ഇത് കുഴപ്പം, മസ്താനി മൊത്തത്തിൽ കുഴപ്പം, അങ്ങനെ ഇങ്ങനെ സൈബർ ബുള്ളിങ്ങിൻ്റെ എക്സ്ട്രീം ലെവലാണ് ആ കുട്ടി നേരിട്ടത്. അനുഭവിക്കേണ്ടി വന്നതും അവൾ പീഡനം അനുഭവിക്കേണ്ടി വന്നു, യവന്മാരെ വായിരിക്കണ കേൾക്കേണ്ടി വന്നു എന്ന് തുടങ്ങിയ എല്ലാ കഷ്ടപ്പാടും ആ പാവത്തിനായിരുന്നു. ഇന്ന് അവൾ അതുകൊണ്ടാണ് നെഗ്ലക്റ്റ് ചെയ്ത് സംസാരിക്കുന്നത്. നല്ല കാര്യം. മെൻസസ് അസോസിയേഷൻ ഈ മാലയിട്ട് സ്വീകരിക്കുമ്പോൾ അവളെ അപമാനിക്കുന്നതാണ് എന്നുള്ളത് അന്നേ ഞാൻ പറഞ്ഞിരുന്നു. അത് ഭയങ്കര അവഹേളനമാണ്. പൊതുസമൂഹമെങ്കിലും അതിന് മറുപടി കൊടുക്കണമായിരുന്നു. അത് ചെയ്തില്ല. പകരം അവനെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അവൻ ഓടി വണ്ടി കയറണം. അവന് മനസ്സിലാവൻ ചെയ്ത തെറ്റെന്താണ്. അവന് വലിയ വണ്ടി കൊണ്ടുവന്ന് കുതിര കൊണ്ടുവന്ന് വീട്ടുകാർ കൂട്ടിയിട്ട് പോകണം. പിന്നെ മോൻ ഭയങ്കര എന്തോ നോബൽ സമ്മാന ജേതാവല്ലേ, ജയിലിൽ നിന്ന് ഇറങ്ങി വേണേ വലിയ കുതിര വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോകാനായിട്ട്. വീട്ടുകാർക്കുമുണ്ട് ഇതിനകത്ത് പങ്ക്. അവനവൻ്റെ വീട്ടിലെ കുട്ടികൾക്ക് ഇതുപോലത്തെ അവസ്ഥ വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരാളെ ശരീരത്തിൽ തൊടുന്നതിനെതിരെ കർശന നിയമം വരണം. നിയമമുണ്ട്. അത് കർശനമായി നടപടി എടുക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.